എല്ലാവർക്കും പത്തരമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അനിയാണെങ്കിൽ നയനയുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ അവാർഡൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ നോക്കി നല്ല സന്തോഷമായിട്ട് ഇരിക്കുകയാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ഇത് അനാമിക കാണുന്നുണ്ട് വന്ന് നിന്നിട്ട്. അപ്പോൾ അനാമികയ്ക്ക് ഇത് കാണുമ്പോൾ നല്ല ദേഷ്യമാണ് കേട്ടോ ആവുന്നത്. എന്നിട്ട് അനാമിക വന്ന് അനിയോട് ചോദിക്കുകയാണ്, നിനക്ക് നോക്കിയിട്ട് മതിയാവുന്നില്ലേ എന്ന്. പനി പറയുന്നുണ്ട്, ഇല്ല എന്ത് ഭംഗിയാ ഏട്ടത്തി അവാർഡ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാണാൻ, അതുകൊണ്ട് നോക്കിയിട്ട് മതിയാവുന്നില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ എങ്കിൽ പിന്നെ ന്യൂസിലുണ്ടായിരുന്നല്ലോ, നീ വന്ന് കാണാത്തത് എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ് അനാമിക. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ടി വിയിലും ന്യൂസിലും കണ്ടായിരുന്നു. എന്നിട്ടും മതി വരാത്തോണ്ടാണല്ലേ നീ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അനിയത്തിയാണ് അവാർഡ് വാങ്ങിച്ചതെങ്കിലും അതിൻ്റെ അഹങ്കാരം മൊത്തം അവളെ ചേച്ചിക്കാന്നൊക്കെ ഇങ്ങനെ അനാമിക പറയാണ്. എടാ, നീ ന്യൂസ് കണ്ടെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് എവിടെയെങ്കിലും നിൻ്റെ വല്യമ്മയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അനിയോട് ചോദിക്കുകയാണ്. അങ്ങനെയാ, അന്തസ്സുള്ളവരാരും ഈ അവാർഡൊന്നും കാണാൻ പോവില്ല എന്നൊക്കെ. അപ്പം അനി പറയുന്നുണ്ട്, വല്യമ്മ പോയതുകൊണ്ടാണ് ഏട്ടത്തെ ഫംഗ്ഷനിൽ പങ്കെടുത്തത്. എന്നാൽ പിന്നെ നിൻ്റെ വല്യമ്മ എവിടെയാടാ എന്നാ ഞാൻ ചോദിച്ചതെന്നൊക്കെ ഇങ്ങനെ അനാമികയും പറയുന്നുണ്ട്. അവാർഡ് വാങ്ങുന്നത് കണ്ടിട്ടായിരിക്കും വല്യമ്മ അവിടെ നിന്ന് പോയത്, അല്ലാതെ ഏട്ടത്തെ ഒരിക്കലും അവാർഡ് വാങ്ങില്ല എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട്. അപ്പോൾ അനാമിക പറയാണ്, അതൊക്കെ അവളുടെ നാടകമാണ് എന്ന് വെച്ചാൽ ഏത് 4ാം കിട അവാർഡ് കൊടുത്താലും അവൾ പോയി വാങ്ങിക്കും. ഇപ്പോൾ തന്നെ എനിക്ക് സംശയമുണ്ട്, ഇത് ആദർശേട്ടനാണോ ഇത് ഏർപ്പാട് ചെയ്ത് കൊടുത്തതെന്നൊക്കെ ഇങ്ങനെ അനാമിക പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ അനാമിക ആദർശേട്ടൻ ചാനലുകാരോട്ടൊക്കെ നല്ല ബന്ധമാണല്ലോ. മാത്രമല്ല ധാരാളം പരസ്യങ്ങളും കൊടുക്കുന്നുണ്ട്. ആൻമേരിയ എന്ന് പറയുന്നത് വല്യമ്മയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ മോളാണല്ലോ, അവരെയും സ്വാധീനിച്ചു കാണും എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, എൻ്റെ ഏട്ടന് സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ കാല് പിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ അനി ദേഷ്യത്തിൽ പറയുകയാണ്. അർഹിക്കുന്നത് മാത്രമേ കൈനീട്ടി വാങ്ങാവൂ എന്നാണ് ഞങ്ങളുടെ മുത്തശ്ശൻ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അതൊക്കെ മുമ്പ് 2 മരുമക്കൾ വരുന്നതിന് ശേഷം ഈ ആദർശമൊക്കെ മുത്തശ്ശന് മാറ്റിവെച്ചു എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയാണ്. എന്നിട്ട് അനാമിക പറയാണ്, അത് ഏട്ടത്തിക്ക് അവാർഡൊക്കെ കിട്ടിയതല്ലേ, അത് ചൂടോടെ നീ അനിയത്തിക്ക് അയച്ചു കൊടുക്കുന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അനാമിക. അവരുടെയൊക്കെ സന്തോഷമാണല്ലോ നിൻ്റെ സന്തോഷം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അനി പറയുന്നുണ്ട്, കഴിവുകെട്ട നീ കഴിവുള്ള ഏട്ടത്തിയമ്മയെ അനുകരിക്കാൻ നോക്ക്, അതേപോലെ സ്വഭാവം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അനാമിക ദേഷ്യത്തിൽ പറയുന്നുണ്ട്, അത് നീ വേറെ ആരെയും കെട്ടിക്കൊണ്ട് വന്നിട്ട് അവളോട് പറഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ അനാമികയും പറയാണ്. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെ സ്ഥാനം പോലും ഞാൻ നിൻ്റെ ഏട്ടത്തിയമ്മമാർക്ക് കൊടുത്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയണം കേട്ടോ. അപ്പോൾ അനി പറയുന്നുണ്ട്, അത് ശരിയാ, ഞാനും ആ ഒരു സ്ഥാനമേ എൻ്റെ ഭാര്യയ്ക്കും കൊടുത്തിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അനിയും പോവുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ അനാമിക്ക് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അടുത്തായിട്ട് നയനയും ദേവയാനിയാണ് കാണിക്കുന്നത്. അപ്പോൾ വഴിയിൽ വെച്ച് 2 പേരും കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് ദേവയാനി നയനോട് പറയുന്നുണ്ട്, ഇനി മോള് ഓഫീസിൽ പൊയ്ക്കോ, പെട്ടെന്നാവട്ടെ എന്നൊക്കെ പറയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, വേണ്ട അമ്മ പൊയ്ക്കോ, ഞാനൊരു ഓട്ടോ പിടിച്ച് പൊയ്ക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വേണ്ട മോൾ എന്തായാലും ഈ കാറിൽ തന്നെ പോയാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എന്തിനാ അമ്മ ഇങ്ങനെ വാശി കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ നയന. അപ്പോൾ പറയാണ്, ഇല്ല എനിക്ക് വാശിയൊന്നുമല്ല, മോളെ ആദർശ് അവിടെ കാത്തിരിക്കുകയല്ലേ, മോൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം, എനിക്ക് 1-2 നേർച്ചകളും കൂടെ ഉണ്ട്, എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം, ഇപ്പോൾ തന്നെ മണി 4 ആയി, എന്നാലും നട തുറന്നില്ലെങ്കിലും എനിക്ക് കാണിക്കെങ്കിലും ഇടണമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതുകൊണ്ട് മോൾ എത്രയും പെട്ടെന്ന് ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നൊക്കെ പറഞ്ഞിട്ട് നയനെ കാറിൽ കയറ്റി വിടുന്നുണ്ട് കേട്ടോ. നയന അവാർഡുമായിട്ട് ആദർശിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ആദർശ് അവാർഡൊക്കെ വാങ്ങിച്ച് വളരെ സന്തോഷത്തിൽ അവാർഡിൽ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അവാർഡിന് മാത്രം ഉമ്മ കൊടുത്താൽ പോരല്ലോ, അവാർഡ് വാങ്ങിച്ച ആൾക്ക് ഉമ്മ കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് നയനയുടെ നെറ്റിയിൽ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തിലാണ് അവർ നിൽക്കുന്നത്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, അവാർഡൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങളെയൊക്കെ മറന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇല്ല മറന്നതല്ല, അവരൊരു ഫംഗ്ഷൻ വയ്ക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതെ വരുന്നത് ശരിയാണോ, മോശമല്ലേ എന്നൊക്കെ. അപ്പോൾ അമ്മ അവാർഡിൽ പങ്കെടുത്തില്ലേ, അമ്മ അവാർഡിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഫംഗ്ഷനിലൊന്നും അമ്മ അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല, അതിന് മുമ്പേ തന്നെ അമ്മ പോയി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും
എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, എന്ത് സന്തോഷത്തിൽ നിൽക്കേണ്ടതാ, അമ്മയും നീയും ഒക്കെ ഒരുമിച്ചായിരുന്നുവെങ്കിൽ അമ്മയ്ക്ക് ഇതൊരു അഭിമാന നിമിഷമായിരുന്നു. പക്ഷേ അതൊക്കെ ഇല്ലാതായി പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് ഇനി വേണം, അത് അമ്മ വേണ്ടാന്ന് വെച്ചിട്ടല്ലേ, ഇനി വേണമെങ്കിലും ആവാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അമ്മയ്ക്ക് ചിലപ്പോൾ ദേഷ്യം കാണും, എന്തായാലും നീ നിർബന്ധിച്ചല്ലേ അവിടെ കൊണ്ടുപോയത് അവാർഡിന്, നല്ല ദേഷ്യം കാണുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എൻ്റെ ഏറ്റവും വലിയ അവാർഡെന്ന് പറയുന്നത് നീയും അമ്മയും ഒരുമിക്കുന്ന ദിവസമാണ്, അല്ലെങ്കിൽ അമ്മയമ്മ മരുമോളെ സ്നേഹിക്കുന്ന നിമിഷമാണെന്നൊക്കെ ഇങ്ങനെ ആദർശ് കുറേ കാര്യങ്ങൾ പറയണം കേട്ടോ. നിനക്ക് നല്ല ബുദ്ധിയൊക്കെ ഉള്ളതല്ലേ, നീ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയണം. അതൊഴിച്ച് ബാക്കി എന്ത് കാര്യം വേണമെങ്കിലും ആദർശമായിട്ട് എന്നോട് പറഞ്ഞു, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, നടക്കുകയില്ല എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. അപ്പോൾ പറയണ്ട, അവാർഡൊക്കെ ബാക്കിയുള്ളവരെ കാണിക്കണ്ടേ, അവരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശും നയനയും കൂടെ അവരുടെ സ്റ്റാഫിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ, അവാർഡൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആദർശും നയനയും കൂടെ സ്റ്റാഫിൻ്റെ മുമ്പിലെത്തിയിട്ട് ആദർശ് പറയാണ്, ദാ ബെസ്റ്റ് ഡിസൈനർ എത്തിയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ലാപ്പൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും നയന അവാർഡ് വാങ്ങുന്ന ടി വിയിലൊക്കെ കണ്ടല്ലോ, നമ്മുടെ ജ്വല്ലറിക്ക് അവാർഡ് ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ അത് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ ആദ്യമായിട്ടാണ് നമുക്ക് ബെസ്റ്റ് ഡിസൈനറായിട്ടുള്ള അവാർഡ് കിട്ടുന്നത്, നമ്മുടെ കമ്പനി കിട്ടുന്നതെന്നൊക്കെ ആദർശ് പറയുന്നത്. അത് എൻ്റെ ഭാര്യയാകുമ്പോൾ എൻ്റെ സന്തോഷം ഇരട്ടിയാണെന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുകയാണ്. അപ്പോൾ അഭി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇതൊക്കെ അറിയുമ്പോൾ അമ്മ എങ്ങനെ സഹിക്കുമോ എന്തോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ പവിത്ര പറയുന്നുണ്ട്, ഇത് നമുക്കൊരു നല്ലൊരു പരസ്യമാണെന്നൊക്കെ പവിത്രയും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേപോലെ ഓരോരുത്തരും ശ്രമിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഒരു സ്റ്റാഫ് വന്നിട്ട് പറയുന്നുണ്ട്, ഇപ്രാവശ്യത്തെ വിഷുവിന് നല്ല ഡിസൈൻ ഉള്ളത് കൊണ്ട് തന്നെ ഷട്ടർ ഇട്ട് സെയിൽസ് നടത്തേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എല്ലാവരെയും കൊണ്ടുവന്ന് അവാർഡൊക്കെ കാണിക്കുന്നുണ്ട്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് അഭിയോട് ചോദിക്കുന്നുണ്ട്, എന്താടാ നിൻ്റെ മുഖത്തൊരു സന്തോഷം ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, അത് ഏട്ടത്തി കാരണം എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട്, ഏട്ടത്തി കാരണം നമ്മുടെ കമ്പനി വളരെയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ അവർ മാത്രം ഏട്ടത്തി മാത്രം വിചാരിച്ചിട്ട് വളർന്ന പോരാ, നീയും കൂടെ വിചാരിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് നയനയും ആദർശം അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പവിത്ര അഭിയോട് ചോദിക്കുകയാണ്, സാറിൻ്റെ ഭാര്യയ്ക്ക് ഇതേപോലത്തെ കഴിവൊന്നും ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അഭി പറയുന്നുണ്ട്, അവൾക്ക് കഴിവുണ്ട്, എങ്ങനെ കുടുംബം തകർക്കാം എന്നുള്ള ആസൂത്രണത്തിൽ അവൾക്ക് നല്ല കഴിവുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ വേറൊരു സ്റ്റാഫ് വന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല സാർ, നയന മേഡത്തിന് ഈ കഴിവ് കിട്ടിയത് മേഡത്തിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ മൂത്ത മകൾക്കും കിട്ടാതിരിക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അയാൾ പറയുകയാണ്. അഭി പറയുകയാണ്, അവളെ കഴിവിനെ പറ്റി തന്നെ ഞാൻ പറഞ്ഞു, അവളത് നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ അഭി പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 7-ാം മാസം അവളെ വീട്ടുകാർ വിളിച്ചുകൊണ്ട് പോയാൽ പിന്നെ എനിക്ക് കുറച്ച് മനസ്സമാധാനം കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ പവിത്ര പറയുന്നുണ്ട്, അപ്പോൾ ഇനി മേഡം വരുന്നത് തിരിച്ച് വരുന്ന ഒരു കുഞ്ഞായിട്ടല്ലേ എന്ന് പറയുകയാണ്. അത് ശരിയാ, പക്ഷേ ഒരു 50,000 സാലറിയുള്ള ഞാൻ എങ്ങനെയാണ് ഈ അമ്മയും കുഞ്ഞിനെ നോക്കുന്നതെന്ന് എനിക്കറിയാം വയ്യ എന്നൊക്കെ ഇങ്ങനെ അഭി പറയുകയാണ്. അടുത്തായിട്ട് ജലജയും ജാനകിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾ അവാർഡുമായിട്ട് ജ്വല്ലറി പോയി കാണും. ആ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തപ്പോഴാണല്ലോ അവൾ മികച്ച ഡിസൈനറായി മാറിയെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ജാനകി പറയാണ്, അവാർഡുമായി സ്വന്തം വീട്ടിലോട്ട് പോയോ അതോ ജ്വല്ലറിക്ക് പോയോ എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിൻ്റെ പേരിൽ ഇനി ആദർശ് ഇവിടെ ഫംഗ്ഷൻ നടത്തുമെന്ന എനിക്ക് പേടി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയും, നടത്തണമെങ്കിൽ നടത്തട്ടെ, അതിൽ ഞാൻ പങ്കെടുക്കില്ല എന്ന് ജലജയും പറയുന്നുണ്ട്. ഞാനും പങ്കെടുക്കില്ല എന്നൊക്കെ ഇങ്ങനെ ജാനകിയും പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അവിടേക്ക് ദേവയാനി വരികയാണ് കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, നമ്മൾ കാത്തിരുന്ന ആളെത്തി എന്നൊക്കെ ഇങ്ങനെ പറയാം. ദേവയാനി വരുമ്പോഴത്തേക്കും ദേവയാനിയോട് ജലജ പറയുകയാണ്, കണ്ടു അവാർഡും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടായിരുന്നു, ഏട്ടത്തിയുടെ കൂട്ടുകാരുടെ മോള് അവളെക്കുറിച്ച് വാതോരാതെ പറയുന്നതും കേട്ടായിരുന്നു, ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെ ഏട്ടത്തി അവിടെ ഇരുന്നേന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ദേവയാനി പറയുന്നുണ്ട്, അത് അവൾ സ്റ്റേജിലോട്ട് കയറിയപ്പോൾ തന്നെ ഞാൻ ഇറങ്ങിപ്പോയെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആ സമയം തന്നെ മുത്തശ്ശി അവിടേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അത് വളരെ മോശമായിപ്പോയി, മരുമകൾ അവാർഡ് വാങ്ങുമ്പോൾ അവിടുന്ന് ഇറങ്ങിപ്പോവുകയാണോ ചെയ്യാനുള്ളതെന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പം പറയുന്നുണ്ട്, ഏട്ടത്തെ പ്രഷർ ചെലുത്തിയ അവൾ കൊണ്ടുപോയത്, അതുകൊണ്ട് അവൾ ഏട്ടത്തി കാണാതിരുന്നത് തന്നെ നല്ലതായി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ജലജയെ. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അതൊക്കെ അവളുടെ ബുദ്ധിയായിരുന്നു, ഏട്ടത്തിയെ എങ്ങനെയെങ്കിലും അവിടെ കൊണ്ടുപോകണം, കാണിക്കണം, ഞാനാണ് വലിയ ആളെന്ന് കാണിക്കണ്ടേ, അതിനു വേണ്ടിയാണെന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുകയാണ്.
ഓരോ ദിവസം കഴിയുന്തോറും അമ്മായിയമ്മയെക്കാട്ടിയും മറ്റുള്ളവരുടെ മനസ്സ് കീഴടക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ ജലജ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവളങ്ങനെ തന്നെ, അവൾ നന്മയും ഇതൊന്നും ആരും അറിയാത്തത് അവളെ സ്നേഹം കൊണ്ടാണ് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, അവൾ എന്ത് മഹിമയെ കാണിച്ചത്, അല്ലെങ്കിൽ എന്ത് മഹത്വമാണ് കാണിച്ചത് എന്നൊക്കെ ജലജയും ജാനകിയും ഉണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ട്. അതൊന്നും നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലെന്ന് മുത്തശ്ശി മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി മനസ്സ് ചിന്തിക്കുന്നുണ്ട്, എനിക്കറിയാം എൻ്റെ മോൾ എന്താണ് ചെയ്തതെന്നും എല്ലാ കാര്യങ്ങളും എനിക്കും അറിയാമേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശി പറയുകയാണ്, നിനക്ക് നിൻ്റെ ജീവിതത്തിൽ നല്ലൊരു ഭർത്താവിനെ നല്ലൊരു മോനെ കിട്ടിയെങ്കിൽ അവരെ കാട്ടിയൊക്കെ മുന്നിലാണ് നിൻ്റെ മരുമകൾ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. ദേവയാനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, എനിക്കറിയാം എല്ലാവരെ കാട്ടിയും മുന്നിലാവാനുള്ള കാര്യമൊക്കെ എനിക്കറിയാം എന്നുള്ളതിൽ ദേവയാനി സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. നയന അടുത്തതായിട്ട് ഓഫീസിലിരുന്ന് ആലോചിക്കുകയാണ് കേട്ടോ. അവാർഡ് ദേവയാനി കൊടുത്തതും ഉമ്മയൊക്കെ കൊടുത്തതും എല്ലാം ഇങ്ങനെയൊക്കെ മോളെ നല്ല സപ്പോർട്ട് ചെയ്യണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നയന ഇരുന്ന് ഓർക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് ആദർശ് വരുന്നുണ്ട്. അപ്പോൾ ആദർശ് വരുന്നതെന്നും നയന അറിയുന്നില്ല. അപ്പോഴത്തേക്കും ആദർശ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ സ്വപ്നം കാണുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. സാധാരണ അവാർഡൊക്കെ നമ്മൾ ഓഫീസിലാണ് വയ്ക്കാനുള്ളത്, പക്ഷേ ഇപ്രാവശ്യം അതങ്ങനെ വേണ്ട, ഇത് നിനക്ക് നല്ല ഡിസൈനിനുള്ള അവാർഡ് കിട്ടിയതല്ലേ, അതുകൊണ്ട് നമുക്ക് ഇത് വീട്ടിൽ തന്നെ വയ്ക്കാം. മുത്തശ്ശിയൊക്കെ അതായിരിക്കും ആഗ്രഹിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും നിനക്ക് നിൻ്റെ വീട്ടിൽ ഇത് കാണിക്കണ്ടേ, അവാർഡൊക്കെ കാണിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയണം, കാണിക്കണം, എങ്കിൽ നമുക്ക് ഇറങ്ങാം, വീട്ടിൽ പോയി കാണിച്ചിട്ട് അമ്മയച്ഛനെയൊക്കെ കാണിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നയന ചോദിക്കുന്നുണ്ട്, അമ്മയെ വിളിച്ചായിരുന്നു, അമ്മ വീട്ടിലെത്തിയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇല്ല ഞാൻ വിളിച്ചില്ല, എന്തായാലും അമ്മ നല്ല ദേഷ്യത്തിലായിരിക്കും, ഞാൻ ഇനി വീട്ടിൽ ചെന്ന് നേരിട്ട് വാങ്ങിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, വാ നമുക്ക് നിൻ്റെ വീട്ടിൽ പോയിട്ട് പോവാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരിറങ്ങുകയാണ് കേട്ടോ അവിടുന്ന്. അടുത്തതായിട്ട് ഗോവിന്ദന് കനക ചായയായിട്ട് വരുന്നതാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ഇനി മരുന്ന് വല്ലതും വാങ്ങിക്കണോ, അല്ലെങ്കിൽ വേപ്പില തികയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അത് തികഞ്ഞില്ലെങ്കിൽ വേറെ ചേച്ചി കൊണ്ടുതരാമെന്നോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ കനക സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അവിടേക്ക് ആദർശം നയനയും വരികയാണ് കേട്ടോ. അപ്പോൾ അവാർഡൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവരെ കാണുമ്പോൾ വളരെ സന്തോഷമാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവാർഡും കൊണ്ട് ഇങ്ങനെ കനകയെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കനക അവാർഡ് കയ്യിലൊക്കെ വാങ്ങിച്ചിട്ട് അതിൽ ഉമ്മയൊക്കെ കൊടുക്കുന്നത് വളരെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് കനക ചോദിക്കുന്നുണ്ട് ആദർശിനോട്, മോനെ അമ്മ പങ്കെടുക്കുമെന്നൊന്ന് പറഞ്ഞിട്ട് പിന്നെ ന്യൂസിലൊന്നും കണ്ടില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, നയനെ പറയുകയാണ്, ഇല്ല, ചടങ്ങിന് അവിടെ അവാർഡ് വാങ്ങിയവർ ഉണ്ടായിരുന്നു, അതിനുശേഷം അമ്മ പോയി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം നന്ദു എവിടെയെന്നൊക്കെ ഇങ്ങനെ നയനെ ചോദിക്കുന്നുണ്ട്. പക്ഷേ മോള് അകത്തുണ്ട്, മോള് കാണാൻ പോകണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നയനയുടെ അടുത്ത് പറയുന്നുണ്ട്, അവൾക്ക് ചിക്കൻ ബോക്സ് ആണെന്നും, അപ്പോൾ അവൾക്കത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാവുകയാണ്, അവളെയും കൂടെ കാണിക്കാമെന്നും പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ വന്നതാ എന്നും പറഞ്ഞുകൊണ്ട് അവൾക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയനയ്ക്ക് നല്ല വിഷമമാവും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, എങ്കിൽ ഞങ്ങൾ പോട്ടെ എന്നൊക്കെ പറയുകയാണ്. അപ്പം കനക പറയുന്നുണ്ട്, എന്തായാലും ഇവിടം വരെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും മോരും വെള്ളം എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നയനയെ വിളിച്ചിട്ട് അകത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഗോവിന്ദൻ ആദർശിനോട് പറയാണ്, വളരെ നന്ദിയുണ്ട് മോനെ, വീട്ടിൽ തിളയ്ക്കപ്പെട്ട മോളെ ജോലിക്ക് കൊണ്ടുപോയതും ഇങ്ങനെ ഒരു അവാർഡിന് അർഹയാക്കിയതൊക്കെ മോനാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഗോവിന്ദൻ. വീടിന് പുറത്തിറക്കിയതും ജോലി കൊടുത്തതൊക്കെ ഞാൻ തന്നെ, പക്ഷേ ഈ അവാർഡ് കിട്ടിയത് എൻ്റെ ഒരു റെക്കമെൻഡേഷനും കൊണ്ടല്ല, അവരുടെ കഴിവ് കൊണ്ട് തന്നെയാണെന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുകയാണ്. ഇത് ഞങ്ങളുടെ ജ്വല്ലറിക്ക് വളരെ നല്ലൊരു പരസ്യം കൂടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇപ്പോൾ നയന കളക്ഷൻസ് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഒരു കളക്ഷൻസ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുകയാണ്. അങ്ങനെ ആദർശ് വളരെ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. ഇതോടുകൂടി അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.